അപ്പോൾ ഫ്രണ്ട്സ്, ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് 34 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. പക്ഷേ ഒട്ടനവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ വലിയ ട്വിസ്റ്റും ടേണുകളും ഒക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഓണം പ്രമാണിച്ച് 3 തരം ടീമുകളായിട്ട് ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാരെ തിരിച്ചിട്ടുണ്ട്. തെക്കേടത്തും വടക്കേടത്തും മൂത്തേടത്തും. പക്ഷേ 3 ടൈപ്പ് ഓഫ് ഗെയിംസ് ഇന്ന് കളിച്ചിട്ടും തെക്കേടത്ത് മാത്രമേ എല്ലാവരുടെയും ജയിച്ചിട്ടുള്ളൂ. പക്ഷേ അനുമോളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെയൊക്കെ ജഡ്ജ്മെൻറ്റ് തെറ്റാണ്, അതായത് റിവ്യൂ ഒക്കെ തെറ്റാണ്, നമുക്കറിയാം എന്താണ് സത്യാവസ്ഥ എന്ന്. പക്ഷേ മനഃപൂർവ്വം തെക്കേടത്തിനെ ജയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു അഭിപ്രായത്തിൽ? നിങ്ങൾ ആ ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി തോന്നുന്നത്? അതുപോലെ തന്നെ അനീഷിൻ്റെ ജഡ്ജ്മെൻറ്റ് എല്ലായിടത്തും കയറി ചൊറിഞ്ഞ് ഒരു കച്ചറ ഉണ്ടാക്കുക എന്നുള്ളത് അനീഷിൻ്റെ ഒരു പ്രധാന പരിപാടിയാണ്. ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് രജിത് സാർ ഉണ്ടായിരുന്ന ബിഗ് ബോസിലൊന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വേണ്ടാത്തൊരു തരം ചൊറി ജഡ്ജ്മെൻറ്റാണ് അനീഷ് പല സ്ഥലത്തും പറയുന്നത്. അത് ഒരു 90% സമയം ചിലപ്പോൾ ശരിയായിരിക്കില്ല, ചിലപ്പോൾ 10% സമയം ശരിയായിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇന്ന് ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതായത് ഒനിയിലും നമ്മുടെ നൂറയും തമ്മിലുള്ള ഗെയിമിൽ ആരാ ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയാണ് ജയിച്ചത്. അത് ജയിച്ചത് കൊണ്ട് നൂറയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രിവിലേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 സൂപ്പർ പവേഴ്സാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഫാമിലിയുടെ സംബന്ധിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഫാമിലിക്ക് ഒരാഴ്ചയോളം ആ ഹൗസിൽ നിൽക്കുക എന്നുള്ളൊരു സംഭവം നൂറ് അത് വിട്ടുകൊടുത്ത് ബിന്നിക്കാണ് കൊടുത്തത്. അപ്പോൾ ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ചത്തോളം ആ വീട്ടിൽ തങ്ങാൻ കഴിയും. ബാക്കി 2 സൂപ്പർ പവേഴ്സും നമ്മുടെ നൂറയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറയും ആദിലയും തമ്മിൽ ചെറിയ എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള റീൽസൊക്കെ നമ്മൾ എവിടെയൊക്കെ കാണാനിടയായി ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള സംഭവങ്ങളൊന്നും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ലൈവിൽ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി ഇന്ന് ഓണസദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് അവിടെ മിണ്ടാതെ പോയിട്ട് മിണ്ടാപ്പൂച്ചേനെ പോലെ പോയിട്ട് ഒരു സൈഡിൽ ഇരിക്കണ്ടായിരുന്നു. എനിക്ക് അവന്മാരുടെ കൂടി ഇരിക്കേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് മസ്താനി അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മസ്താനിയുടെ പോലെ ചീപ്പ് ഷോ കാണിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിലില്ല. ഏറ്റവും ചീപ്പായിട്ടുള്ള ഷോവും ഏറ്റവും ചീപ്പായിട്ടുള്ള കാര്യങ്ങളും പുറത്തുള്ള സംഭവങ്ങൾ വന്ന് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഹൗസ് പറഞ്ഞ് ഏറ്റവും വൃത്തികെട്ട അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുള്ള മസ്താനിയുടെ കൂടെ ആരും സത്യം പറഞ്ഞാൽ ഇരിക്കാണ്ടിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ മസ്താനി നേരെ തിരിച്ചാണ് പറയുന്നത്, എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. മസ്താനി ചെയ്യുന്ന കാര്യങ്ങളും മസ്താനിയുടെ ക്വാളിറ്റീസും എന്താണെന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തിയാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മസ്താനീനെയൊക്കെ ഇടയ്ക്ക് പോയിട്ട് അഭിലാഷ് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ 2 തോണിയിലും കാലിട്ട് സഞ്ചരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് അഭിലാഷിനൊക്കെ തോന്നുന്നത്. അത് നൂറയുടെ അടുത്തും പോയിട്ട് ഇതാവുന്നുണ്ട്, മസ്താനിയുടെ അടുത്തും പോയിട്ട് ഇതാവുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു അക്യൂസേഷന് ഇന്ന് ഉടലെടുത്തു എന്ന് പറയേണ്ടി വരും. നമ്മുടെ അനുമോള് ആര്യനെയും ജിസലിനെയും അക്യൂസ് ചെയ്തിട്ട് ആകെപ്പാടെ നാറി ഇപ്പോൾ എല്ലാവരുടെ ഇടയിലുള്ള വിശ്വാസവും അതുപോലെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു എന്താ പറയുക ഒരു ഇമേജും എല്ലാം നശിച്ചിരിക്കെ നമ്മുടെ ബിന്നിയും റെനയും അതിൻ്റെ മെയിൻ ബിന്നിയാണ് കുത്തിത്തിരിപ്പ്. ബിന്നി പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, ബോണ്ട് മാത്രമല്ല എന്തിന് കൈ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ സംഭവം ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സിലാവുന്നില്ല, എന്തോ ഉണ്ട്. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ടായിരുന്നു. ഈ ആര്യനെയും ജിസലിനെയും കാണുമ്പോൾ ഇതൊന്നും അറിയാത്തൊരു ഭാവമാണ്. അതായത് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇവർക്ക് അറിയില്ല തോന്നുന്നു. അതുപോലെ ഇന്ന് മെയിനായിട്ടുള്ളൊരു സംഭവം നടന്നതെന്ന് വെച്ചാൽ പണിപ്പുര ടാസ്കിൽ വൈൽഡ് കാർഡ്സിന് കയറാനുള്ള അവസരം ഉണ്ടായി. അതിൻ്റെ കൂടെ വലിയൊരു പണിയും എടുത്തിട്ടാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ ഹൗസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് തോന്നുന്നൊരു കണ്ടസ്റ്റൻറ്റ്, അതായത് കോമണർ അനീഷ് കയറി വന്നപ്പം വെറുപ്പിക്കലായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ നമുക്കെല്ലാവർക്കും അനീഷിൻ്റെ അടുത്തൊരു സഹതാപം ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആസ് എ കോമണർ. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവരെടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ നോമിനേഷൻ ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസബിലിറ്റി അനീഷിൻ്റെ ആ ഒരു പവർ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. നോമിനേഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലെയറിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ കൈൻഡ് ഓഫ് ബാധിക്കുന്ന പോലെയാണ്. പക്ഷേ അനീഷ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അനീഷിൻ്റെ മുമ്പേ ഉള്ള ഹൗസിലെ എന്താ പറയുക പോക്കിന് അത് ബാധിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം അനീഷ് വിൽ ബി ഇൻ ടോപ്പ് 5 ഫോർ ഷുവർ. 100% ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അനീഷ് വിൽ ബി ഇൻ ടോപ്പ് 5. അനീഷ്, നൂറ ഇവർ രണ്ടാളും എന്തായാലും ഉണ്ടായിരിക്കും. മേ ബി അനുമോളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം.
നിങ്ങൾക്ക് എന്താണ് ടോപ്പ് 5 ലിസ്റ്റ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഡൗൺ ചെയ്യും. നമുക്കതിനെ കൊണ്ടൊരു ഡിസ്കഷൻ തന്നെ ഇവിടെ നടത്തിക്കളയാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് നടന്നിരിക്കുന്ന വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അത്ര വലിയ സംഭവം നടന്നിട്ടില്ല. നാളെ 1-2 പേര് ഹൗസിൽ നിന്നും എവിക്റ്റഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതായത് അല്ലെങ്കിൽ തന്നെ ഇപ്പം വീട്ടിലെ ആൾക്കാർ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് മേ ബി 100% ഷുവറായിട്ട് നമ്മുടെ രേണു സുദ്ധി എന്തായാലും ഔട്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ കൂടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഒനീലോ അല്ലെങ്കിൽ ആര്യനോ ഔട്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വന്നിരിക്കുന്ന കുറച്ച് ന്യൂസ് അനുസരിച്ച് ആര്യൻ ഔട്ടായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് മിക്കവാറും ഫേക്ക് ആവാനാണ് സാധ്യത. കുറേ ഫേക്ക് ന്യൂസസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസ്താനി സ്വന്തമായിട്ട് എന്തൊക്കെയൊക്കെയോ അവിടെ നിന്ന് മെനയുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക സ്ട്രാറ്റജീസൊക്കെ. പക്ഷേ ഒരു കാര്യമില്ല, മസ്താനിക്ക് അത്രയും നെഗറ്റീവാണ് പുറത്തുള്ളത്.